നമ്മളുടെ പൂന്തോട്ടം എപ്പോഴും നല്ല ഭംഗിയോടെയും നല്ല പൂക്കളോടെയും പച്ചപ്പോടെയും ഇരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. വേനലിലെ ചൂടിൽ നമ്മളുടെ ചെടികൾ വാടാതിരിക്കാനും ആവശ്യമായ വളങ്ങൾ കൊടുത്തും ചെടികളെ പരിപാലിച്ചും നമ്മൾ മുന്നോട്ടു പോയി. എന്നാൽ ഇപ്പോൾ മറ്റൊരു വെല്ലുവിളിയാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. മഴക്കാലം ഇങ്ങെത്തി. മഴക്കാലത്തുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ പല ചെടികളും നമുക്ക് നഷ്ടമാകും. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന മഴക്കാലത്തെ അതിജീവിക്കാൻ നമ്മളുടെ ചെടികൾക്ക് തീർച്ചയായിട്ടും കഴിയും. വേനൽക്കാലത്ത് ചെടിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വേനൽക്കാലം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് അവിടെയൊക്കെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ജൂൺ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മഴയായി തുടങ്ങും. മഴ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെടികളെ രക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോഴേക്കും ചെടികളിൽ വെള്ളം കെട്ടി നിന്ന് വേരൊക്കെ ചീത്തായി നമ്മളുടെ ചെടി തന്നെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ മഴ പെയ്യാനായി കാത്തു നിൽക്കാതെ ഈ മെയ് മാസത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അതായത് വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെ ചെടിയെ സംരക്ഷിച്ചോ അതേപോലെ തന്നെ മഴക്കാലത്തും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മഴ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണല്ലേ. കാരണം അതേമാതിരത്തെ വെയിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മളുടെ ചെടിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് മഴ അധികമായി കഴിഞ്ഞാൽ നമ്മളുടെ ചീഞ്ഞു പോകുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. മഴക്കാലത്തേക്ക് ഒരുങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ ചെടിയുടെയും ആരോഗ്യമാണ്. ഏതെങ്കിലും ചെടിക്ക് വാട്ടമോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ചെടിയെ ശ്രദ്ധിക്കണം. ചെടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കടലപ്പിണ്ണാക്കോ കഞ്ഞിവെള്ളമോ പുളിപ്പിച്ച് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മഴയോടൊപ്പം തന്നെ ചെടികളിൽ വരുന്ന കീടങ്ങളെ തടയാനുള്ളൊരു കഴിവ് കൂടി നമ്മുടെ ചെടിക്ക് അത് നൽകും. ഞാൻ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് മഴക്കാലത്ത് എന്ത് നട്ടാലും പിടിക്കും എന്നുള്ളത്. ശരിക്കും മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുന്നെയോ അല്ലെങ്കിൽ ആ മഴയുടെ തീവ്രത കുറഞ്ഞതിന് ശേഷമോ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴയത്ത് നമ്മൾ നട്ടുകൊടുത്ത ചെടിയുടെ വേരുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ഗാർഡനിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പുവരുത്തണേ. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടിയുടെ അടിയിലെ സുഷിരങ്ങളാണ്. വേനൽക്കാലത്ത് കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ മണ്ണൊക്കെ ഒന്ന് ഉറച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡ്രെയിനേജ് ഹോളൊക്കെ നല്ല രീതിക്ക് തന്നെ അടഞ്ഞും പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നല്ല രീതിക്ക് തന്നെ മഴ കിട്ടിക്കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം നമ്മളുടെ ചട്ടിക്കടിയിൽ കിടന്ന് വേരോടുകൂടി വേര് തന്നെ അങ്ങോട്ട് നശിച്ചു പോകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചട്ടിയുടെ അടിയിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഹോൾസ് എല്ലാം ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. അതിനായിട്ട് ചെറിയൊരു കമ്പോ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് ആ ഡ്രെയിനേജ് ഹോൾ ഒന്ന് പതുക്കെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ദാ ഇവിടെ പപ്പടം കുത്തുന്ന കോലെടുത്തിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്നൊന്ന് ചെക്ക് ചെയ്യുക, എല്ലാം ഓപ്പൺ ആണോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മളുടെ മണ്ണ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം താഴത്തേക്ക് ഊർന്നു പോകാൻ സാധ്യത വളരെ കുറവാണ്. അത് ചെടിച്ചട്ടിയുടെ മേളിൽ തന്നെ അങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമ്മളുടെ ചെടിക്ക് നല്ലതൊന്നുമല്ലല്ലോ. ഇങ്ങനെ നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുത്താൽ മാത്രമാണ് ചെടികളിൽ വായുസഞ്ചാരം ഉണ്ടാവുക. അതുമാത്രമല്ല ഈ ഒരു മണ്ണ് ഇളക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ ചെടികൾക്ക്. കാരണം ഈ ഒരു മഴക്കാലത്തെ അതിജീവിക്കാൻ അത് നമ്മുടെ ചെടികളെ സഹായിക്കും. മഴക്കാലത്ത് ചെടികളിൽ ഫംഗസ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതേപോലെ ഉണങ്ങി നിൽക്കുന്ന ഇലകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൈയോടെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അല്ല ഇത് അങ്ങനെ തന്നെ നിർത്തുകയാണെങ്കിൽ മഴവെള്ളം വീണ് ഇത് ഈ ഇലയിൽ കിടന്ന് ചീഞ്ഞ് അത് മറ്റുള്ള ഇലകളിലേക്കും കൂടി
സ്പ്രെഡാവും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചെടി തന്നെ നശിച്ചങ്ങോട്ട് പോവും. അപ്പോൾ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ നമ്മളൊന്ന് നമ്മളുടെ ഗാർഡനിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഉണങ്ങിയ കമ്പുകളിൽ പറ്റുമെങ്കിൽ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഫംഗസ് വരാതിരിക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും നമ്മളുടെ ചെടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന വളം ചെടികൾക്ക് നിൽക്കില്ല. മഴ പെയ്യുന്നതിനോടൊപ്പം അതും ഒഴുകി പോവുകയാണ് ചെയ്യാറ്. എങ്കിലും കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം തകർത്തു പെയ്യുന്ന മഴയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ചെടിക്ക് കൂടി വേണമല്ലോ. അതേപോലെ തന്നെ മണ്ണൊക്കെ കുറവുള്ള ചട്ടികൾ ഉണ്ടാവുമല്ലോ, ആ ചട്ടികളിലൊക്കെ കുറച്ചുകൂടി മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടികളിലൊക്കെ വെള്ളമായിരിക്കും നിറഞ്ഞ് ഉണ്ടാവുക. മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒച്ചിന്റെ ശല്യം. ഈ ഒച്ചിന്റെ ശല്യമൊക്കെ നിയന്ത്രിക്കാനായിട്ട് മണ്ണിന്റെ ചുവട്ടിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുമ്മായവും കലർത്തിയ മിശ്രിതം വിതറുന്നത് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മഴക്കാലത്ത് നല്ല കാറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മതിലിന് മുകളിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളും അതേപോലെ പടർത്തി കൊടുക്കുന്ന വള്ളിച്ചെടികൾക്കും നല്ല താങ്ങൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാറ്റത്ത് ഇളക്കം തട്ടി അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചട്ടികൾ താഴെ വെക്കുന്നതിന് പകരം ഒരു ഇഷ്ടികയുടെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡിലോ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിലത്ത് മണ്ണിൽ മുട്ടിക്കിടക്കുമ്പോൾ അതിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാൻഡിലോ മറ്റോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കറക്റ്റായിട്ട് തന്നെ താഴത്തേക്ക് ഒഴുകിപ്പോയിക്കോളൂ കേട്ടോ. അഗ്ലോണിമ, ഓർക്കിഡ്, ബൊഗെയിൻവില്ല പോലുള്ള ചെടികൾ മഴക്കാലത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല. ബൊഗെയിൻവില്ലക്ക് മഴക്കാലം എന്ന് പറയുന്നത് അവരുടെ റെസ്റ്റിംഗ് ടൈമാണ്. പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇലകൾക്ക് നല്ല ഗ്രോത്ത് കിട്ടേണ്ട ഒരു സമയമാണ്. അഗ്ലോണിമ പോലുള്ള ചെടികളാണെങ്കിൽ മഴയത്ത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവ ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ചെടികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റേണ്ടതാണ്. മഴക്കാലത്ത് ചെടികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഫംഗസ് തന്നെയാണ്. ഒരു മുൻകരുതൽ എന്നോണം ഒരു കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ചെടികളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മളുടെ ചെടികൾക്ക്. ജൈവ രീതിയിലുള്ള മാർഗമായതുകൊണ്ട് തന്നെ നമ്മളുടെ ചെടികൾക്കൊന്നും കേടുപാട് വരികയുമില്ല. അപ്പോൾ ഇത്ര ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ചെടികളിലേക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവരും ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് വേനൽക്കാലത്ത് നമ്മൾ ചെടികളെ നിർത്തിയിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മഴക്കാലത്ത് നിർത്തുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം എല്ലാ ചെടികൾക്കും ഒരേപോലെയല്ല. ചില ചെടികൾക്ക് വെയിൽ ആവശ്യമായിട്ടുള്ള ചെടികളുണ്ട്, ചില ചെടികൾ വെയിലത്ത് നിന്നാൽ ചീത്തയായി പോണ ചെടികളുണ്ട്. അപ്പോൾ വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടികളെ ചില സമയത്ത് നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും, പ്രത്യേകിച്ച് മഴക്കാലത്ത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പൂക്കൾ ഉണ്ടാവുന്ന ചെടികളിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അത് വേനൽക്കാലത്ത് നല്ല വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. മഴക്കാലത്ത് ആ ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല, അവ വേനൽക്കാലത്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളൊക്കെ ഒന്ന് ഷെയ്ഡിലേക്ക് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു മഴക്കാലം നമ്മളുടെ പൂന്തോട്ടത്തിന് ഒരു വെല്ലുവിളിയാകാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗാർഡനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണേ. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.